ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അമൃതം പൊടി ഇല്ലാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. അമൃതം പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ സ്നാക്കാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ലൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മുടെ അമൃതം പൊടി, നമ്മൾ ഇതിൽ നിന്നും ഫസ്റ്റിലെ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആണ്. അമൃതം പൊടി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതൊരു ന്യൂട്രി മിക്സ് ആണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ന്യൂട്രി മിക്സ് ആണ്. ഇതിൻ്റെ ചേരുവകൾ ഗോതമ്പ്, അതുപോലെ കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര, ഇത്രയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അളവ് കപ്പൊന്നും എടുക്കുന്നില്ല. ഞാനൊരു ഗ്ലാസ്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് എടുത്താൽ മതി. ഒരു 3/4 ഗ്ലാസ് അമൃതം പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്, നമുക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഏതാണെങ്കിലും 1/2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അത്രയും നല്ലതാട്ടോ. സോഡാപ്പൊടി ഇപ്പം എൻ്റെ അടുത്ത് സോഡാപ്പൊടിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു 1/4 ടീസ്പൂണും കുറച്ചുകൂടിയും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തികച്ച് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തത് ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. കാരണം നമ്മൾ ഇതിൽ മെയിനായിട്ട് ഉപ്പാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം ആ ഒരു ഉപ്പ് രസമാണ് നമുക്കിതിന്, ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് തരിക. കാരണം നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പൈസി ആയിട്ട് റെഡിയാക്കാം, അല്ലെങ്കിൽ സ്വീറ്റി ആയിട്ട് റെഡിയാക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് മധുരം ആയിട്ട് കഴിക്കാം. ഇതിൽ ഓൾറെഡി ചെറിയൊരു മധുരമുണ്ട്. എന്നാലും ആ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. പാലിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. തണുപ്പില്ലാത്ത പാല് തന്നെ യൂസ് ചെയ്യണം. തണുപ്പാണെങ്കിൽ ജസ്റ്റ് അടുപ്പിൽ വെച്ച് ആ തണുപ്പ് മാറ്റിയിട്ട് മാത്രം ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കുഴച്ച്, നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുത്ത് ഒരു ഡോ റെഡിയാക്കില്ലേ, അതുപോലെ ആവശ്യത്തിന് പാല് ചേർത്ത് ഇതൊന്ന് കുഴച്ച് ഒരു ഡോ പോലെ റെഡിയാക്കിയിട്ട് എടുക്കണം. ഇനി ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവൊന്ന് വിതറിയ ശേഷം നമുക്കിത് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് തിന്നാക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ചെറിയൊരു തിക്നെസ് മാത്രം മതി. എന്നും പറഞ്ഞ് കൂടുതൽ കട്ടിയാവരുത് കേട്ടോ. ഇതൊന്ന് ഞാൻ എന്തായാലും പരത്തിയെടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു തിക്നെസ് മതിയാവും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഡയമണ്ട് കട്ട് പോലെ ഞാൻ ഇത് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിങ്ങനെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നല്ല ഷേപ്പോട് കൂടിയിട്ടുള്ളത് മാറ്റി വീണ്ടും ഇത് ഉരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഡയമണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവണം. ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിം ആക്കിയ ശേഷം നമുക്കിതെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ തിരിച്ചിടുക. ഇത് നല്ല പൊങ്ങി വരും. കണ്ടോ, നല്ലപോലെ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്വീറ്റി ആയിട്ട് വേണമെങ്കിൽ ഒരുപാട് പഞ്ചസാര ചേർക്കാതെ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ചത് ചേർക്കുക കേട്ടോ. കുറച്ച് പഞ്ചസാര പൊടിച്ച് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് റെഡിയാക്കാം. പിന്നെ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിമിഷ നേരത്തിൽ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.